എല്ലാവർക്കും സ്വാഗതം. റമദാൻ കാഴ്ചകൾ തുടരുന്നു. ഇന്നത്തെ റമദാൻ കാഴ്ചകൾ അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലെ ഇഫ്താറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്റെ ഫാമിലി വരുന്നില്ല. പതിപോലെ ഞങ്ങളുടെ ടീമായ അസൈനാറും മൻസൂറും ഞാനും പിന്നെ അതുകൂടാതെ അസൈനാറിന്റെ റൂംമേറ്റ്സ് കുറച്ച് ആൾക്കാരും കൂടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ ഇഫ്താർ കഴിക്കുവാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞാനും മൻസൂറും 3:30 മണിയോട് കൂടി ദുബായിൽ നിന്ന് പുറപ്പെട്ടു. 5 മണിക്ക് തന്നെ ഞങ്ങൾ അബുദാബി ഗ്രാൻഡ് മോസ്കിലെത്തി. ഞങ്ങൾ 5 മണിക്ക് എത്താനുള്ള കാരണമുണ്ട്. കാരണം 5 മണിക്ക് ശേഷമാണെങ്കിൽ അതുവഴിയുള്ള റോഡുകളൊക്കെ ഭയങ്കര ബ്ലോക്ക് ആവും. ചിലപ്പോ വാഹനങ്ങൾ ദൂരം നിർത്തിയിട്ട് ഒരുപാട് ദൂരം ഓവർ ബ്രിഡ്ജൊക്കെ കയറി റോഡ് ക്രോസ് ചെയ്ത് നടന്നു വരേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ 5 മണിയോട് കൂടി തന്നെ ഞങ്ങൾ എത്തി. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു പാർക്കിംഗ് കിട്ടി. അവിടുന്ന് ഞങ്ങള് നടന്ന് കുറച്ച് നടക്കാണ്ട് പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നടന്ന് ഞങ്ങൾ ഏകദേശം അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗും നമ്മുടെ പോക്കറ്റിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഒരകത്തേക്ക് കടത്തി വിടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ഞങ്ങൾ എത്തിയപ്പോ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഫ്താറിനായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർക്കേഴ്സ് കാർപ്പറ്റ് ഒക്കെ ഉന്തിക്കൊണ്ടുപോയി അത് വിരിച്ചിരിക്കുവാനുള്ള സ്ഥലം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റു കൂട്ടർ ആ സെറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഇഫ്താർ കിറ്റുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സദ്യക്കൊക്കെ ആദ്യകാലങ്ങളിൽ നിലത്ത് ഇലയിടാറുള്ളത് പോലെ തന്നെയായിരുന്നു. നീളത്തില് മുഖത്തോട് മുഖം തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ്. അവിടെയാണ് ഇവർ ഈ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രതിദിനം 80,000 ഇഫ്താർ ഭക്ഷണങ്ങളാണ് അവർ വിതരണം ചെയ്യുന്നത്. അത് മസ്ജിദിന്റെ ഉള്ളിൽ മാത്രം ഏകദേശം 45,000-ലധികം പേർക്കും. ഇവര് ഇഫ്താർ സെറ്റ് ചെയ്യുന്ന ആ ഏരിയകളിൽ പല കളറുകളിലുള്ള ബക്കറ്റുകൾ കാണാമായിരുന്നു. നീല, പച്ച, അങ്ങനെ കുറെ റെഡ്, അങ്ങനെ ബക്കറ്റുകൾ കാണാം. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് വേസ്റ്റ് ഇടാനോ മറ്റോ എന്തോ ആയിരിക്കും എന്നാണ്. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അടുത്ത് നിന്ന് നോക്കിയപ്പോഴേക്കും അതിന്റെ അകത്ത് അവര് ഐസ് ഇട്ടിട്ട് നമുക്ക് കുടിക്കേണ്ട, അതായത് തണുപ്പിക്കേണ്ട സാധനങ്ങൾ, ഒരു മോര്, ഒരു ലെബനപ്പ്, അതുപോലെ തന്നെ ഒരു ആപ്പിളിന്റെ ജ്യൂസ്, ഓറഞ്ച്, അങ്ങനെ ഉള്ള ഒരു വെള്ളം, ഇത്രയും കാര്യങ്ങൾ ഒരു കവറിലാക്കിക്കൊണ്ട് ഇവർ ഐസിലിട്ട് വെക്കുകയാണ്. കാരണം നോമ്പ് മുറിക്കുന്നവർക്ക് ആ തണുപ്പോട് കൂടി തന്നെ ചൂടേൽക്കാതെ കുടിക്കാൻ വേണ്ടിയിട്ട് അത്രയും കരുതലോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും മൻസൂറും പരസ്പരം പറയാണ്, അതായത് എന്താ ഇത്ര കുറവ് ആൾക്കാർ? കാരണം എല്ലാ പ്രാവശ്യവും ഷെയ്ഖ് സയ്യിദ് മോസ്കിലൊക്കെ വളരെ വലിയൊരു തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്താ വളരെ കുറവ്? ചിലപ്പോൾ ഇത് വീക്കെൻഡ് അല്ലാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പം അസിനാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 6 മണി ആകുമ്പോഴേക്കൊണ്ട് പെട്ടെന്നൊരു കൂട് തുറന്നിട്ട പോലെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് വരികയാണ്. അപ്പം ഇത് എവിടെയോ തടഞ്ഞു വെച്ച പോലെയായിരുന്നു ഉണ്ടായത്. ആൾക്കാരൊരു വലിയൊരു ബഹളമായിരുന്നു, ഒരു കൂട്ടമായിരുന്നു, ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് അതിശയം തോന്നിപ്പോ, ഇത്ര ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കുമ്പോഴേക്കും അസൈനാറും ഫ്രണ്ട്സ് എല്ലാം വന്നെത്തി. അങ്ങനെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് അവിടെ കുശലം പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഏരിയയിൽ നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. കാരണം അവര് സെക്യൂരിറ്റി വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരെയും ഇരുത്തുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ആൾക്കാരെ കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു. വലിയൊരു പ്രകടനത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഉള്ള പോലെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു സംശയമാണ്, ഇവരെയൊക്കെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുമെന്ന്. പക്ഷെ ഒരു ആൾക്കാരും സെക്യൂരിറ്റി പറഞ്ഞതിന്റെ അപ്പുറം ചെയ്യാതെ അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ അച്ചടക്കത്തോടു കൂടി അവരിക്കാണ്. അപ്പം അത് ഇഷ്ടമുള്ളിടത്തൊന്നുമല്ല ഇരിക്കുന്നത്. ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്കിലേക്ക് ഇരിക്കും. അതിങ്ങനെ വരിയായിട്ട് ഇരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സദ്യക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ കുറച്ച് പട്ടാണികളും കുറച്ച് പാകിസ്ഥാനികളും കുറച്ച് പഠാൻസും എല്ലാം ഇങ്ങനെ ചാടിക്കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി കാണാതെ. പക്ഷേ 90% ആൾക്കാരും വളരെ നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് മുമ്പോട്ട് പോയപ്പോ കുറച്ച് VIPസിന് ഇരിക്കേണ്ട ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏത് VIPs ആണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞങ്ങൾക്ക് നല്ല ഒരു സ്ഥലം തന്നെ കിട്ടി. അപ്പോ നമ്മളും അങ്ങനെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ഇനി ബാങ്ക് വിളിക്കുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ഇത്രയും വലിയ ജനസഞ്ചയം ആണ് ഉള്ളതെങ്കിലും ഒരു നിശബ്ദമായ ഹാളിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാങ്ക് വിളിക്കുവാൻ സമയം അടുത്തു വരുന്നു. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട്, ചിലർ അടുത്തിരിക്കുന്നവരോട് കുശലം പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിക്കുവാനായി കാത്തിരിക്കുന്നു. ഏകദേശം 40,000-ഓളം പേരാണ് ഇവിടെ ഒരുമിച്ച് നോമ്പ് മുറിക്കുന്നത്. ജീവിതത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ നിരകൾ. അതിൽ തൊഴിലാളികളുണ്ട്,
യാത്രക്കാരുണ്ട്, കുടുംബങ്ങൾ, എല്ലാവരും ഇങ്ങനെ അരികിലിരുന്ന് നോമ്പ് മുറിക്കാൻ കിട്ടുന്ന അവസരം ജീവിതത്തിലെ മറക്കാനാവാത്ത ചില അനുഭവങ്ങളാണ്. റമദാനെ കുറിച്ച് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ഷാർജയിലെ കാനോൺ ഫയറിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു കാഴ്ച കാണിച്ചിരുന്നു. അത്തരത്തിൽ ഒരു പീരങ്കി ശബ്ദത്തോടു കൂടിയാണ് മഗ്‌രിബ് ബാങ്ക് മുഴങ്ങിയത്. അതോടുകൂടി നീണ്ട 13 മണിക്കൂറോളമുള്ള നോമ്പിന് വിരാമമായി. ഹസ്നാറാണ് ഇഫ്താർ മീൽ ആദ്യം തുറന്നത്. ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു, അല്ലെങ്കിൽ ഒട്ടകം, ആട്, ഇങ്ങനെ മാറി മാറിയാണ് വരാറുള്ളത്. ഒരാൾക്കൊരു ഇഫ്താർ മീലിനകത്ത് ഒരു വലിയ ചിക്കന്റെ നേർ പകുതി, കൂടാതെ ആപ്പിൾ, ബനാന, ലെബൻ, ആപ്പിൾ ജ്യൂസ്, വെള്ളം, സൂപ്പ് എല്ലാം കൂടിയായപ്പോൾ വളരെ ലാവിഷായി. ഇനി മഗ്‌രിബ് നമസ്കാരത്തിനായി ഗ്രാൻഡ് മോസ്കിലേക്ക്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് പൂർണ്ണമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഇതിൽ ചേർക്കാം, അതുകൂടി കാണുക. രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ പേരിലുള്ള ഈ അത്ഭുത മോസ്ക്. ഈ ഐതിഹാസികമായ മസ്ജിദ് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതായത് ന്യൂസിലാൻഡ്, മൊറാക്കോ, ഈജിപ്ത്, തുർക്കി, ഗ്രീസ്, പാകിസ്ഥാൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വിദഗ്ധരായ ഡിസൈനർമാർ പോയി കളക്ട് ചെയ്തത്. 1996 ആരംഭിച്ച നിർമ്മാണം 11 വർഷത്തിന് ശേഷമാണ് പൂർത്തീകരിച്ചത്. ഇവരെ ചെരുപ്പുകൾ ഊരിവെച്ച് പള്ളിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. പക്ഷെ മെയിൻ ഹാളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി അവർ നിർത്തിവെച്ചിരിക്കുന്നു. കാരണം അതിന് പകരമായിക്കൊണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് നിസ്കരിക്കുവാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഹെൽപ്പേഴ്സ് കാർപ്പറ്റ് വിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടം വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്നാൽ മോസ്കിന്റെ വിവിധ സൈസുകളോട് കൂടിയ ഡോം അല്ലെങ്കിൽ കുബ്ബ നമുക്ക് കാണാൻ കഴിയും. ആകെ വലുതും ചെറുതുമായി 82 കുബ്ബകളാണ് ഈ പള്ളിക്കുള്ളത്. എല്ലാവരും പല പോസുകളിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. ഹസ്നാറിന്റെ ഫ്രണ്ട്സ് തിരിച്ചു പോവുകയാണ്. കാരണം ഹസ്നാർ ഇനിയുള്ള സമയം ഞങ്ങളുടെ കൂടെയാണ്. ഇനി വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ചു സമയം കൂടി അവിടെ നിൽക്കാമെന്ന് വെച്ചു. ഞങ്ങൾ അതിന്റെ ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു. അതിന് മുമ്പിൽ നല്ല നല്ല രസമുള്ള കുറെ പൂളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നുള്ള കാറ്റൊക്കെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. നല്ല പൊതുവെ നല്ല തണുത്ത കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അതിന്റെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി. കാരണം ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഷെയ്ഖ് സായിദ് മോസ്ക് സംബന്ധിച്ചിടത്തോളം എത്ര തവണ വന്നാലും നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ അത്ഭുതത്തോടു കൂടി ഒരു പുതിയതുപോലെ തന്നെയാണ് നമ്മൾ നോക്കി കാണാറുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ അസൈനാർ അവിടെയുള്ള പില്ലേഴ്സിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു ഗൈഡ് പറയുന്ന രീതിയിൽ. അത് വളരെ കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന മൻസൂറിനെയും കാണാം. ആകെ 1152 പില്ലേഴ്സ് ആണ് ഇതിനുള്ളത്. 1,00,000 ടൺ വെള്ള മാർബിൾസ് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം പല അത്ഭുതങ്ങളാണ് ഈ ഷെയ്ഖ് സായിദ് മോസ്കിനുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് ആ കാഴ്ചകൾ കണ്ടത്. അവിടം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രക്ക് വന്ന് വേസ്റ്റ് ഒക്കെ എടുക്കുന്നു. ഒരു ഭാഗത്ത് ഇരിക്കുവാൻ വെച്ചിരുന്ന കാർപ്പറ്റ് ഒക്കെ മടക്കി വെക്കുന്നു. ഇത് നാളെ വീണ്ടും ഈവനിങ് ആകുമ്പോൾ വിരിക്കേണ്ടതാണ്. പാർക്കിംഗ് സ്പേസ് പഴയതുപോലെ തന്നെ ആയി. അങ്ങനെ ഞങ്ങൾ എന്റെ കാറിലാണ് പോകുന്നത്. കാരണം അസ്നാന്റെ കാറിൽ അസ്നാന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിരിക്കുമ്പോൾ അസൈനാർ പറഞ്ഞു നമുക്ക് അവന്റെ റൂം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവന്റെ റൂമിലോട്ട് പോയി. ഞാൻ റൂമിൽ പോയി കുറച്ച് ഇരിക്കുമ്പോൾ ഒരു കേക്കിന്റെ ഡെലിവറി ഒക്കെ വരുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് സർപ്രൈസ് ചെയ്യാനായിരുന്നു അസൈനാർ ഞങ്ങളെയും കൂട്ടി ഈ റൂമിലോട്ട് പോയത്. ഹസ്നാറും ടീമൊക്കെ ആയതുകൊണ്ട് എന്താണ് ചെയ്യുക, എന്താണ് സംഭവിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. അസ്നാർ വന്ന് മാലയിട്ടു. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വരിയായി പൂവുമായിട്ടൊക്കെ വരുന്നുണ്ട്. സമയം ഏതാണ്ട് രാത്രി 12 മണി കഴിഞ്ഞിരിക്കും. കുറെ ആൾക്കാര് നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ കിടന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എഴുന്നേറ്റ് വരുന്നു. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് വേണം അവർക്ക് കിടന്നുറങ്ങാൻ. നാളെ പണിക്ക് പോകേണ്ട ആൾക്കാരാണ്. അങ്ങനെ നല്ല രസമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു, കുറച്ച് നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹണി കേക്ക് ആയിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു ഇത് ഹണി ബേക്കറിയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് ഈ ഹണി കേക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു. കുറച്ച് സമയം തമാശയൊക്കെ പറഞ്ഞു. നല്ല രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. അപ്പോൾ അസൈനാറിന്റെ റൂംമേറ്റ്സിന് എല്ലാവർക്കും പ്രത്യേകിച്ച് വളരെ നന്ദിയുണ്ട്. കാരണം എന്റെ ബർത്ത്ഡേ ഇത്ര കളർഫുൾ ആക്കിയതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ അവരെല്ലാം കിടക്കാൻ പോയി. ഞാനും അസൈനാറും മൻസൂറും കൂടി താഴെ ടൗണിലേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയോടെ എടുത്തിരിക്കുന്നു. അസൈനാർ താമസിക്കുന്ന മുസഫിലെ ഷാബിയ ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. ഇവിടെ നീർദോശയും പള്ളിക്കറിയും ഒക്കെ കിട്ടുന്ന ഒരു കഫ്റ്റീരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. കാസർഗോഡ് കഫ്റ്റീരിയ.
പള്ളിക്കെട്ട്, പള്ളിക്കറി തുടങ്ങി കാസർഗോഡൻ വിഭവങ്ങൾ കിട്ടുന്ന നല്ല ഒരു റെസ്റ്റോറന്റ്. നല്ലൊരു ആംബിയൻസുമായിരുന്നു അവിടെ. മരത്തിന്റെ അടിയിൽ കുറെ ഡെക്കറേഷൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ദോശ ഓർഡർ എടുത്ത് ഒന്നിച്ചു കൊണ്ടുവരുന്നതല്ല, ചുടുന്നതിനനുസരിച്ചിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് നമ്മളെ പ്ലേറ്റിലിട്ട് തരും. നമ്മൾ ഒന്ന് തിന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തിന്നുന്ന ദോശയുടെ എണ്ണത്തിന് പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ചിക്കൻ ചുക്കയും പള്ളിക്കറിയും ഫ്രഷ് മിൽക്ക് ടീയും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2:30 മണിയോട് കൂടിയിട്ട് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 4 മണിയോട് അടുത്തിട്ടാണ് ഞാൻ ഷാർജയിൽ എത്തിച്ചേർന്നത്. സുബഹി നമസ്കരിച്ചു. അതിനുശേഷം അത്താഴമൊന്നും കഴിച്ചില്ല. കാരണം നേരത്തെ കഴിച്ച ദോശയും ചിക്കൻ ചുക്കയും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സുഖമായി കിടന്നുറങ്ങി. നല്ലൊരു അടിപൊളി രസമുള്ള ഒരു നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ അബുദാബിയിൽ ചെലവഴിച്ചത്. അപ്പോൾ റമദാന്റെ ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. റമദാൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.